അസ്സലാമലൈക്കും. വെൽക്കം ടു shainus.com. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് വീട്ടിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോളാണ്. ഇപ്പോൾ ചപ്പാത്തി മിക്ക വീടുകളിലും ദിവസം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ചിക്കനുള്ള ദിവസം നമുക്കിതൊരു 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ടത് എല്ലില്ലാത്ത ചിക്കൻ്റെ പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് വളരെ ചെറിയ പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അത് ഞാൻ നേരത്തെ തന്നെ ഉപ്പും കുരുമുളക് പൊടിയും തേച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണിത്. ചിക്കൻ റോൾ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അതിന് വേണ്ടി ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് നന്നായിട്ട് അരച്ചെടുക്കണ്ട, പേസ്റ്റ് ആക്കി എടുക്കണ്ട. മുളക് പൊടിയൊന്നും ചേർക്കാത്തതുകൊണ്ട് ഈ പച്ചമുളകിൻ്റെ എരിവാണ് ഇതിനകത്ത് കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും കൂടെ ചതച്ചതാണ് ഇത്. ഞാൻ 2 സ്പൂണ് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ, നന്നായിട്ട് വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ തന്നെ നമുക്ക് ആ ചിക്കൻ്റെ പീസുകളിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചിക്കനിൽ ഉപ്പും കുരുമുളക് പൊടിയും തേച്ച് വെച്ചതാണ്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി 1 സ്പൂൺ സോയാ സോസും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിനകത്തോട്ട് വെള്ളമൊന്നും ചേർക്കണ്ട. ഇതിൽ തന്നെ കിടന്ന്, ഈ എണ്ണയിൽ തന്നെ കിടന്ന് ഇത് വെന്ത് കിട്ടും. കാരണം അതിനാണ് ചെറിയ പീസാക്കി എടുത്തിരിക്കുന്നത്. ചിക്കനിൽ ഞാൻ ഉപ്പ് തേച്ച് വെച്ചത് കാരണം ഇതിനകത്തോട്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. ആവശ്യത്തിന് ഉപ്പ് ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ആ മസാലയിലോട്ട് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ സോയാ സോസിലും ഉപ്പുള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇത് നമുക്കിനി അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് വേണ്ട ചപ്പാത്തി പരത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ചപ്പാത്തി ചുട്ടെടുക്കാം. അപ്പോൾ ചപ്പാത്തി 2 സൈഡൊന്ന് ചെറുതായിട്ട് വെന്ത് വരുമ്പോൾ നമുക്കിതിൻ്റെ മുകളിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും ഒരല്പം കുരുമുളക് പൊടിയും വിതറി കൊടുത്തിട്ട് മുട്ട ഒന്ന് ചപ്പാത്തിയുടെ മുകളിലൊന്ന് തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് ഉടനെ മറിച്ചിടണ്ട. ആ മുട്ട ഒന്ന് അതിനകത്ത് വെന്ത് വരുമ്പോൾ നമുക്ക് ആ ചപ്പാത്തി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട വെന്തിട്ടുണ്ട്. ഈ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ മറ്റു ചപ്പാത്തികളും നമുക്ക് റെഡിയാക്കാം. ചപ്പാത്തി ഒന്ന് ഏകദേശം വെന്ത് വരുമ്പോൾ ഒരു സൈഡിൽ മുട്ട ഒഴിച്ച് നമുക്ക് നേരത്തെ ചെയ്ത പോലെ അല്പം ഉപ്പ്, അത് വേണമെന്നില്ല, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഉപ്പും കുരുമുളകും പൊടിയും ഇട്ട് കൊടുത്തിട്ട് പിന്നെ മുട്ട ഒന്ന് വെന്ത് വരുമ്പോൾ ചപ്പാത്തി മറിച്ചിട്ട് നമുക്കെടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, തിരിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ചപ്പാത്തി നേരത്തെ ചുട്ടതിന് ശേഷം ഇതുപോലെ ചെയ്താലും മതി. ആദ്യം പാനിലോട്ട് എണ്ണ ഒഴിച്ച് ഒരു മുട്ട അതിനകത്തോട്ട് പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് മുട്ട ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമ്മൾക്ക് ചുട്ടുവെച്ച ചപ്പാത്തി, വെന്ത ചപ്പാത്തിയാണിത്, അത് അതിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ടൊന്ന് തിരിച്ചെടുത്താലും ഇതുപോലെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ മുട്ട വെച്ച ചപ്പാത്തികളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് റോൾ ചെയ്തെടുക്കാം. അതിനായി ഒരു ബട്ടർ പേപ്പറിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ചപ്പാത്തി വെക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഈ ചപ്പാത്തിയുടെ സെൻറ്ററിലോട്ട് വെച്ച് കൊടുക്കുക. ചിക്കൻ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് വേവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റോൾ ചെയ്യാൻ എളുപ്പമായിരിക്കും. എനിക്കിങ്ങനെ ചിക്കൻ കടിക്കാനാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ സൗകര്യം അതായിരിക്കും. ചിക്കൻ ഒന്ന് മിക്സിയിൽ അടിച്ചതിന് ശേഷം ഇങ്ങനെ വേവിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് റോൾ ചെയ്യാൻ പറ്റും. ക്രഷ് ചെയ്ത സവാളയും അതുപോലെ ചെറുതായിട്ടരിഞ്ഞ തക്കാളിയും അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. നമുക്കത് റോൾ ചെയ്തെടുക്കാം. പകുതിയായിട്ട് വേണം ബട്ടർ പേപ്പർ റോൾ ചെയ്യാൻ. ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ ചപ്പാത്തിയും നമുക്ക് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.